വ്യൂവേഴ്സ് ഞങ്ങൾ എല്ലാവരും ഓണം നല്ല ഗംഭീരമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇതാ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം എല്ലാവരും നല്ല കളർഫുള്ളായിട്ട് ഡ്രസ്സ് ചെയ്ത് ഇവിടെ ഓണം തകർത്ത് ആഘോഷിച്ചുകൊണ്ടിരിക്കുക. മാം ഞങ്ങളൊക്കെ എങ്ങനെയുണ്ട് കാണാൻ? ഇതിപ്പം ആരാ നല്ലതെന്ന് പറയാനുള്ളൊരു ബുദ്ധിമുട്ടില്ല. ഞാൻ ഒരാളെ കാണുമ്പോൾ അയാളുള്ള അടുത്ത ആൾ അതിലും ബെറ്റർ, അടുത്ത അതിനേക്കാളും ബെറ്റർ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ആരാണെന്ന് ഇങ്ങനെ പറയും. ഇതൊരു കോമ്പറ്റീഷനാണ്, ചുറ്റിയത് തന്നെ ഗതി. നിങ്ങൾ എപ്പോഴുമേ കോമ്പറ്റീഷൻ റെഡിയാണ്. അപ്പോൾ മാം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ നമ്മളിങ്ങനെ ഓണത്തിൻ്റെ ഒരു ഡ്രസ്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഓണത്തിനെ കുറിച്ചൊക്കെ ഇങ്ങനെ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മളുടെ ടോപ്പിക്കിലേക്ക് വന്ന മാമിൻ്റെ ആയിരുന്നു. മാമിൻ്റെ സമയത്ത് ഓണത്തിൻ്റെ എങ്ങനെയായിരിക്കും, മാമിൻ്റെ ഒരു കുട്ടിക്കാലത്ത് ഒരു സമയത്ത് ഓണം എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളൊരു ഭയങ്കര ചർച്ചകൾ ഇവിടെ നടന്നു. അപ്പം ഞാൻ നമുക്ക് മാമിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചാളേ. ഒരു 7 വയസ്സ് 8 വയസ്സിൽ തന്നെ ഞങ്ങളുടെ വീട്ടിലൊരു ഊഞ്ഞാലൊക്കെ ഉണ്ട്. സോ എന്നും രാവിലെ തന്നെ ഓണമാണെന്നൊന്നുമില്ല, എന്നും രാവിലെ തന്നെ ഊഞ്ഞാലിൽ കയറി 6:30 മണിക്ക് എനിക്കറിയാവുന്ന കവിത, ഐ യൂസ് ടു മേക്ക് സോങ്സ് ബൈ മൈസെൽഫ്. തന്നെ പാട്ട് ഉണ്ടാക്കി പാടും. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് ട്രൈ അങ്ങനെ വലിയ കവിതയൊന്നുമല്ല, എന്നാലും പൂവായിരിക്കാം, പ്രകൃതിയായിരിക്കാം, ചെടിയായിരിക്കാം. പിന്നെ ഓണം എന്ന് പറഞ്ഞ ചെറുപ്പത്തില് സ്കർട്ട് ആൻഡ് ബ്ലൗസ്, പട്ടുപാവാട അവിടെ ശാന്താ ടൈലറുണ്ട് മൂലയ്ക്ക്, അങ്ങടുത്ത് പറഞ്ഞ് പട്ടുപാവാട തെച്ച് കിട്ടും. പട്ടുപാവാട എടുക്കണേ ചെന്നൈ പോണം, നാട്ടില് പട്ടുപാവാട ഒന്നും സമയത്തില്ല. പട്ടുപാവാട ഒന്നും നല്ല പട്ടുപാവാടയും ഇല്ല. നമുക്ക് ഗോ ടു ചെന്നൈ ടു ഗെറ്റ് പട്ടുപാവാട. അവിടുന്ന് പട്ടുപാവാട വാങ്ങിച്ച് അത് തെപ്പിച്ച് ഇടും. അപ്പം ഇവിടെ നീത ചോദിക്കുന്നുണ്ടായിരുന്നു മാമിൻ്റെ കൗമാരകാലത്തിലേക്കുള്ള ഒരു ഓണം എങ്ങനെയായിരുന്നു. ആ ക്വസ്റ്റ്യൻ അതിനൊന്നൊരു മറുപടി ഒന്ന് ചെയ്യാം. ഓണം വീട്ടിൽ പൂക്കളം ഇടുമായിരുന്നു, അറ്റ്ലീസ്റ്റ് ഫോർ എ ഫ്യൂ ഡേയ്സ്. തന്നെത്താനെ ഇടണം, കൈകാലമൊക്കെ വേനെടുക്കും. പിന്നീട് കുറച്ച് വലുതായി പിന്നെ കോമ്പറ്റീഷനൊക്കെ പോയിട്ടുണ്ട്. ശരിക്കും മണ്ണൊക്കെ കുഴച്ച് പരത്തി വെച്ച് അതിൻ്റെ മുകളിൽ പൂവൊക്കെ ഇട്ട് ലേറ്റർ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പിന്നെ 20 ഒക്കെ തിരുവാതിര കളി, കൈകൊട്ടി കളി സ്ഥിരം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഒന്ന് പ്ലാൻ ചെയ്ത് ഇപ്പൊ ചെയ്തുതരാം. സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി, പാട്ടിട്ടാ മതി. നമുക്ക് പാട്ട് പാടിയിട്ടാണെങ്കിലും ഞങ്ങള് റെഡിയാ. ഒരു പ്രശ്നമില്ല. ടീം പഠിപ്പിക്കണ ഞാനാ. അവിടുത്തെ കോട്ടയത്ത് താളം അടിച്ച ഇതിൽ വീഴില്ല, വീറ്റ് ഇവിടെയൊന്നും കിട്ടൂല, കാലിവിടെ ആയിരിക്കും. ഇങ്ങനെ ബീറ്റ് കിട്ടുള്ളൂ. അവരുടെ കാല് ഇതിനെ അടുപ്പിക്കാൻ ഞാൻ പെടുന്ന പാട് എനിക്ക് അറിയുള്ളൂ. അവരിവരുടെ പുറകെ മുഴുവനും നടന്ന് ആ ബീറ്റിനെ അടുപ്പിച്ച് ഇതൊക്കെ കൈകൊട്ടിക്കളി മുഴുവൻ ചെയ്യിക്കുക. അതൊരു 10-15 ദിവസത്തെ പ്രോസസ്സാ. ആ പ്രാക്ടീസ് ആയിരുന്നു അതിന്റെ രസം. ഒച്ച വെച്ചും ബഹളം വെച്ചും കൂവിയും വെള്ളം കുടിച്ചും. ഒന്ന് ട്രൈ ചെയ്യണോ? നിങ്ങൾ ക്ഷീണിക്കും. ഞങ്ങൾ ക്ഷീണിക്കാൻ റെഡിയാണ്. 3 മണിക്കൂർ 4 മണിക്കൂർ തിരിച്ച് അതേ എനർജിയിൽ തിരിച്ചു വരും. ഇപ്പോഴും വീട്ടിലെ ഈ ഓണം സദ്യ പരിപാടികൾ വീട്ടിലെ കുടുംബാംഗങ്ങളുമായിട്ട് ഈ പൂക്കളവിടലും അതൊക്കെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എൻ്റെ കുടുംബാംഗങ്ങൾ ഇതിനകത്താണ്. ഞാൻ ഓണസദ്യയുടെ വളരെ ഗംഭീര പ്രിയാണ്. ലൈക്ക് വൺസ് ഇൻ എ വീക്ക് പോലും ഓണസദ്യ കഴിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ബിഫോർ 2-3 ഇയേഴ്സ്. ഇപ്പം അത്രയും ഫ്രീക്വൻ്റ് ആയിട്ട് ഞാൻ കഴിക്കുന്നില്ല. ഞാൻ കഴിച്ച് ഇപ്പം എൻ്റെ സകല സ്റ്റാഫിനും എറണാകുളത്തും കോട്ടയത്തും ഓണസദ്യ വിളമ്പുക കഴിഞ്ഞ ഒരു 5-8 കൊല്ലമായിട്ടൊരു ശീലമായിട്ടുണ്ട്. സോ ഇതിൽ കൂടുതൽ കുടുംബം വേറെ ഇല്ലല്ലോ. ഓണം എന്ന് പറയുമ്പോൾ നമുക്കതിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഓണസദ്യ. അപ്പോൾ മാമിന് ഓണസദ്യയിൽ ഏറ്റവും ഇഷ്ടമുള്ള വിഭവം ഏതാ? ഇല്ലാത്തത് എന്ന് ചോദിച്ചാൽ എളുപ്പമുണ്ടായിരുന്നു. ലൈക്ക് തൈര് കറി എല്ലാം ഏറ്റവും ഇഷ്ടമാണ്. തൈര് കറി ആയിരുന്നു പണ്ട് ഇഷ്ടമില്ലാത്ത, ഇപ്പം അതും കഴിക്കും. എല്ലാം ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒന്നുമേ ഇല്ല. എല്ലാം കറികളും സാമ്പാറും ഒക്കെ 4 പ്രാവശ്യം വാങ്ങിച്ച് കഴിക്കും. പായസം ഡെഫിനറ്റ്ലി. കറുത്ത പായസം അത്ര ഇഷ്ടമല്ല. വെള്ള പായസം 3-4 പ്രാവശ്യം കുടിക്കുമ്പോൾ കറുത്തതിന് ഇത്തിരി പാലടയാണ് നമ്പർ 1. അപ്പം നമുക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പാലടയൊക്കെ കുടിക്കാം. ഓക്കെ, ഗുഡ്, ഗ്രേറ്റ്. ഇന്നത്തെ കാലത്ത് ഈ പുലികളിയൊന്നും അധികം കണ്ടുവരാറില്ലല്ലോ. പണ്ടത്തെ കാലത്ത് ഈ പുലികളിയൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. പ്രശ്നം ഞങ്ങളൊക്കെ ഓണം സർഫസിൽ ആഘോഷിച്ചിട്ടുള്ളവരാ. പുലികളി KK റോഡാണ് ഞങ്ങളുടെ വീട്. KK റോഡിന്റെ അങ്ങ് അറ്റത്ത് നിന്നേ പുലികളിയുടെ കൊട്ടേക്കാം. ഡുൺ 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 ഡുൺ, സിംഗിൾ മാത്രമാ ഡുൺ 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 ഡുൺ. അപ്പോൾ ഇവിടുന്ന് കാത് ഓർത്തിട്ട് യു വിൽ ബി റണ്ണിങ്. ഗേറ്റ് വരെ പോവാം. വീട്ടിൽ നിന്ന് അങ്ങനെ പെർമിഷനൊന്നുമില്ല. ഓട്ടി മെയിൻ റോഡ് വരെ പോകാൻ ഒരു 200 അടിയുണ്ട്. അങ്ങനെ ഓടാനൊന്നും പറ്റില്ല. പോക്കോട്ടെ ഗേറ്റ് വരെ വന്ന് നിൽക്കും. റോഡിൽ പൊക്കോട്ടെ വെടിവെച്ച് ഇങ്ങനെ വീഴ്ത്തുമായിരുന്നു. ഒരു സിംഗിൾ പുലി അല്ലെ 2 പുലി
അന്ന് പിന്നെ ഇത്രയും നന്നായിട്ട് ഒരു നല്ല നല്ല ഡിസൈൻസ് ഒക്കെ ഈ മനസ്സിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ പൂക്കൾ ഇട്ടിരുന്നതും അതുപോലെ നല്ല നല്ല ഡിസൈൻസ് ആയിരുന്നോ? പൂക്കളത്തിൻ്റെ ഡിസൈന് ടിഷ്യൂ പേപ്പറിൽ വരച്ച് ഞാൻ വരച്ച ശരിയാത്തിൽ വലിയ ഡിസൈൻ ഉണ്ടാക്കാൻ കുറച്ച് പാടാണ്. അപ്പം അങ്ങനത്തെ ഡിസൈൻ ഞാനൊന്ന് വെറുതെ സ്കെച്ച് വരച്ചിട്ട് ഞങ്ങളുടെ മരിച്ചുപോയി ഞങ്ങളുടെ ആർട്ടിസ്റ്റ് എന്ന് പറയും സ്വാമിജി, അങ്ങേരെ കൊടുത്ത് അതിന് അസൽ ഫോമാറ്റ് ആക്കി വലിയ ഡിസൈനാക്കി റോൾ ചെയ്താണ് പൂക്കളത്തിൻ്റെ ബേസിന് വേണ്ടി കൊണ്ടുപോകുന്നത്. ഓണം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയൊക്കെ ഉത്സവമാണ്. മാമിൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഓണാഘോഷം, അതല്ലെങ്കിൽ ആ ഓണം ഒന്നും കൂടി തിരിച്ചു വന്നിരുന്നെങ്കിൽ? എല്ലാ ഓണവും നല്ലതായിരുന്നു. പ്രത്യേകിച്ച് ഇത് സെയിലിംഗ് ക്ലബ്ബിൽ പോയി ഓണം ആഘോഷിച്ചിട്ടുണ്ട്. എന്തൊക്കെ രീതിയിൽ വേണമെങ്കിലും ഓണം ആഘോഷിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഫാമിലിയുടെ ഇപ്പോൾ എല്ലാവരും കൂടി ചേർന്നത് ഓണം, അതല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഒരു ഓണം. ആലപ്പുഴ ഫാമിലി വീട്ടിൽ പോയി ഓണം ആഘോഷിച്ചിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് പെണ്ണും ചെറുക്കനുകളൊക്കെ വീട്ടിൽ വരുമ്പോൾ കസിൻസ് അവരൊക്കെ കൂടെ ഓണം ആഘോഷിച്ചിട്ടുണ്ട്. ഭർത്താവിൻ്റെ കൂടെ സെയിലിംഗ് ക്ലബ്ബിൽ പോയി ആഘോഷിച്ച് കാണാം. എല്ലാം പല രീതിയിൽ അവരുടെ കൂടെ പോയി ട്രാവൽ ചെയ്ത് വേറെ എവിടെയെങ്കിലും പോയിട്ട് ആഘോഷിച്ചിട്ടുണ്ട്. മൂന്നാർ അങ്ങനെയൊക്കെ പോയിട്ട് ആഘോഷിച്ചിട്ടുണ്ട്. സോ ഇതൊക്കെ ഓരോ പ്രാവശ്യം ഓരോന്ന്. ആ ഓണ ദിവസം is no different for me also. എല്ലാ ദിവസവും ഓണം തന്നെ. അപ്പോൾ മാം ഇനി ഒരു ഓണപ്പാട്ട്, അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രജില നന്നായിട്ട് പാടുമെന്നാ പറഞ്ഞു. നിത്യം പ്രജില നാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ കൊട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം. ഓ ദിത്തിത്താരാ ദിത്തിത്തൈ ദിത്തൈ ദഗദൈ ദൈദോ, ദിത്തിത്താരാ ദിത്തിത്തൈ ദിത്തൈ ദഗദൈ ദൈദോ.